എല്ലാ മഹത്തുക്കളെയും സന്ധ്യാദീപത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ നിൻ പ്രസാദം. ഭക്ഷണം കഴിക്കുന്നത് ഈശ്വരാർപ്പണമായി ചെയ്യുന്ന യജ്ഞമാണെന്ന് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ഈശ്വര സമർപ്പിതമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ശയനവും. ഉറക്കം എങ്ങനെ ഈശ്വരാർപ്പണമാകും എന്നൊരു സംശയം ചോദിക്കാം. ഈശ്വര സ്മരണയോടെ പ്രഭാതത്തിൽ ഉണർന്ന് കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നവർക്ക് നിദ്രയും ഈശ്വര പൂജ തന്നെ. ഓരോ ദിവസത്തെയും ജീവിതം അവസാനിക്കുന്നത് ഉറക്കത്തിലാണ്. ഉറങ്ങാൻ കിടക്കുന്ന ഒരാളിൻ്റെ സത്ക്രിയാകർമ്മം അവസാനിക്കുന്നു. ഒരു ദിവസം ചെയ്ത കർമ്മങ്ങളെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് വേണം കിടന്നുറങ്ങാൻ. ഇത് ഈശ്വര പ്രണാമമാണ്. പ്രണാമഃ സംവേഷു എന്നാണ് സൗന്ദര്യലഹരിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈശ്വര, എൻ്റെ ശയനം അവിടത്തേക്കുള്ള നമസ്കാരമാകട്ടെ. ശരീരം, വാക്ക്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, അഹംബോധം, സ്വഭാവ പ്രകൃതം എന്നിവ കൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം പരമാത്മാവിൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് വേണം ഉറങ്ങാൻ കിടക്കാൻ. ഇങ്ങനെ ഈശ്വര സമർപ്പിതമായി ഉറങ്ങുന്നതാണ് നിദ്രസമാധി. ഇതിലൂടെ സുഖസുഷുപ്തിയിലാകുന്ന മനസ്സ് പൂർണ്ണ വിശ്രാന്തിയിലെത്തുന്നു. സുഖസുഷുപ്തിയിലൂടെ ശരീരത്തിലെ ഓരോ കോശവും അമൃതമയമായി തീരുന്നതോടെ ശക്തിയും ശാന്തിയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഇനി കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ ത്വൽകഥാനാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വദ്ഭക്തഭൃത്യഭൃത്യന്മാരിലേഖനെന്നൽപജ്ഞനാം എന്നെയും കരുതേണമേ. അടുത്തത് രാമായണ ദർശനമാണ്. ശ്രീരാമ അവതാര മഹത്വത്തെ വേദാന്ത വിചാരം ചെയ്യുന്ന നാരദ മഹർഷിയുടെ സ്തുതികൾ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരദ മഹർഷിയുടെ ശ്രീരാമസ്തുതിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഏകനും അദ്വിതീയനുമായ പരമാത്മാവിൻ്റെ മായ പ്രകടിതമായി അവ്യാകൃത ഭാവത്തെ പ്രാപിച്ചു. അവിടുന്ന് മഹത്തത്വവും ക്രമികമായി
ഹിരണ്യഗർഭനെന്ന് പറയപ്പെടുന്ന സൂത്രാത്മാവും ആവിർഭവിച്ചത് പറഞ്ഞു. ഈ സൂത്രത്തിൽ പിന്നീട് വരുന്ന സകല സൃഷ്ടിജാലങ്ങളും തന്നെ അതിസൂക്ഷ്മ രൂപത്തിലാണ്. അത് പ്രതിപാദിക്കുകയാണ്. പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. അല്ലയോ ഉർവീപതേ, അല്ലയോ രാജാവേ, സർവാത്മകമായ ആ സൂത്രാത്മാവിൽ നിന്ന്, അവിടെ സൂത്രാത്മാവിനെ ലിംഗമെന്നും പറഞ്ഞിരിക്കുകയാണ്. വൈയക്തികമായി സൂക്ഷ്മ ശരീരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ലിംഗശരീരം. എന്നാൽ സൂചിപ്പിക്കപ്പെടുന്നത് അഥവാ സൂചിപ്പിക്കുന്നത്, സൂചനയെ നൽകുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ലിംഗശബ്ദത്തെ നമ്മൾ വിനിയോഗിക്കുമ്പോൾ കാര്യപ്രപഞ്ചത്തിലൂടെ അഥവാ വിരാട്ടിലൂടെ അതിന് സൂക്ഷ്മഭാവം നിശ്ചയമായും സൂചിതമാകുന്നു. നിർബന്ധമായി സ്ഥൂലമായതിന് കാരണഭൂതമായ സൂക്ഷ്മമുണ്ടായിരിക്കണം എന്നുള്ള നിലയ്ക്ക് സൂത്രത്തെ ലിംഗാത്മാവെന്നും പറയും, അഥവാ ലിംഗം എന്ന് മാത്രം. അതാണ് പറയുന്നത്, ലിംഗം അതിങ്കൽ നിന്ന് പുനരുണ്ടായി, സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുണ്ടായി. അവിടെയാണ് മറ്റെല്ലാം സൂക്ഷ്മഭാവത്തിൽ ചേർന്നിരിക്കുന്നത്. ഏതെല്ലാം? എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയജാല സംയുക്തമായോന്നല്ലോ. അവിടെ പഞ്ചപ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും അഹങ്കാരവും ബുദ്ധിയും എല്ലാം അതിസൂക്ഷ്മഭാവത്തിൽ അവിടെ നിലകൊള്ളുകയാണ്. അപ്പോൾ മഹത്തത്വം തുടങ്ങിയ സാഖ്യപ്രസിദ്ധ പദങ്ങളെക്കൊണ്ട് പറഞ്ഞുവെങ്കിലും ക്രമികമായി വേദാന്ത വിചാരത്തിലേക്ക് തന്നെ, അഥവാ വേദാന്ത അനുസൃതമായ ചിന്താപദ്ധതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാഖ്യദർശനത്തിൽ മഹത്തോ അഹങ്കാര, അഹങ്കാരാത് പഞ്ചതന്മാത്രാണി എന്നുള്ളൊരു ക്രമത്തിലാണ് ഈ സൃഷ്ടി പ്രകടനം പറയപ്പെട്ടിട്ടുള്ളത്. അപ്പം മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരവും അനന്തരം പഞ്ചതന്മാത്രകളും, ഇതാണ് അവിടെ ക്രമം. എന്നാൽ ഈ പഞ്ചതന്മാത്രകൾ അവയുടെ കാര്യങ്ങളായിട്ടുള്ള ഏകാദശേന്ദ്രിയങ്ങൾ, ഏകാദശേന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും, ഇതെല്ലാം തന്നെ അതിസൂക്ഷ്മഭാവത്തിൽ ഈ ലിംഗത്തിൽ, സൂത്രാത്മാവിൽ അഥവാ സൂത്രത്തിൽ നിലകൊള്ളുന്നു എന്നുള്ള പരാമർശമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സൂക്ഷ്മഭാവത്തിലെല്ലാം ഹിരണ്യഗർഭനിൽ നിലകൊള്ളുന്നു. അതിൻ്റെ സ്ഥൂല പ്രകടിത ഭാവമാണ് വിരാട്ട്. ഇതെല്ലാം ഹേ ഭഗവൻ നീ തന്നെയാകുന്നു. ഈ രൂപത്തിലെല്ലാം കാര്യ സൂക്ഷ്മ കാരണഭാവങ്ങളിൽ, അഥവാ ആവിർഭാവക്രമം പറഞ്ഞാൽ കാരണ സൂക്ഷ്മ കാര്യഭാവങ്ങളിൽ നിലകൊള്ളുന്നതൊക്കെ വാസ്തവത്തിൽ നീ തന്നെ. നോക്കൂ, ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനമാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവാത്മാവായ, സർവാത്മാവെന്ന് പറയുമ്പോൾ സൂക്ഷ്മഭാവത്തിൽ, സർവജഗത്തിൻ്റെയും സൂക്ഷ്മഭാവമായ ആ ലിംഗത്തിൽ നിന്ന് അഹങ്കാരവും പഞ്ച് പ്രാണങ്ങളും ഇന്ദ്രിയജാലങ്ങളും എല്ലാം സൂക്ഷ്മഭാവത്തിൽ അവിടെ നിന്നുണ്ടായല്ലോ. അപ്പോൾ ഇന്ദ്രിയജാലം എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 10 കൂടാതെ
അവയുടെ മുഴുവൻ അധ്യക്ഷസ്ഥാനത്ത് നിലകൊള്ളുന്ന മനസ്സിനെയും, അങ്ങനെ 11 ഇന്ദ്രിയങ്ങളും ഏകാദശേന്ദ്രിയങ്ങളെയും നമ്മളവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുണ്ടാകുന്ന സൂക്ഷ്മത്തിന് ജന്മ, മൃതി, സുഖദുഃഖാദികളുണ്ട്. അങ്ങനെ ജന്മമൃതി സുഖദുഃഖാദികളോട് കൂടിയ ഇതിനെയാകുന്നു നിർമ്മലന്മാർ ജീവൻ എന്ന് ചൊല്ലുന്നത്. ഇപ്പോൾ ജീവൻ എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തിലെ അധ്യസിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിബിംബിക്കപ്പെട്ട ചൈതന്യഭാവം, ഇവയെ മുഴുവൻ ചേർന്നിട്ടാണ് നമ്മൾ ജീവൻ എന്ന് പറയുക. ഈ പറഞ്ഞതാണ് ജീവൻ എന്നർത്ഥം. അവിടെ സൂക്ഷ്മ ശരീരാഭിമാനത്തോടു കൂടി നിൽക്കുമ്പോൾ ജന്മവും മൃതിയും സുഖവും ദുഃഖവും എല്ലാ ദ്വന്ദ്വങ്ങളുമുണ്ട്. അതാകുന്നു ജീവനെന്ന് വിദ്വാൻമാർ പറയുന്നു. എന്നാൽ ചൊല്ലാവതല്ലാതെ അനാദ്യ അവിദ്യാഖ്യയെ, ആർക്കും വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യാത്ത അനാദിയായ അവിദ്യയെ കാരണോപാധി എന്ന് ചൊല്ലുന്നു. താല്പര്യം ഈ ജഗത്തിൻ്റെ മുഴുവൻ കാരണമായിട്ട് വാക്കുകൊണ്ട് വർണ്ണിക്കാനാവാത്ത, നിർവചിക്കാനാവാത്ത അവിദ്യയെയാണ് പറയുന്നത്. അവിദ്യ തീർച്ചയായിട്ടും മായ തന്നെയാണ്, മായയുടെ ഭാവമാണ്, മലിന സത്വയായിരിക്കുന്ന ഭാവമാണ് അവിദ്യ. അതാകുന്നു ഈ ജീവഭാവങ്ങൾക്കെല്ലാം കാരണം. ഇങ്ങനെ സൂക്ഷ്മമായ വേദാന്ത വിചാര പ്രക്രിയകളിലൂടെ നമ്മെ നയിച്ചുകൊണ്ടാണ് ഇവിടെ സ്തുതി ചെയ്യപ്പെടുന്നത്. നമുക്ക് ക്രമമായി ചിന്തിക്കാം. അവിദ്യ മായയുടെ ഭാവമാണ്. അതാകുന്നു ജീവജാലങ്ങൾക്കെല്ലാം കാരണം. നാരദ മഹർഷിയുടെ തുടർന്നുള്ള വേദാന്ത വിചാരം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മമാണ്. ധനസമ്പാദനവും ആഗ്രഹപൂർത്തീകരണവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അതിനും ഒരു അവസാനം വേണം. അതെങ്ങനെ എന്ന് വ്യക്തമാക്കുകയാണ് സ്വാമിനി സുവിദ്യാമൃത പ്രാണ. ഓം അമൃതേശ്വരി നമഃ. ഈ അടുത്ത് ഒരു ആശ്രമ ബ്രാഞ്ച് നോക്കുന്ന ബ്രഹ്മചാരിണി അവിടെയുള്ളൊരു ഭക്തയുമായി നടന്ന സംഭാഷണം പങ്കുവെക്കുകയായിരുന്നു. ആ ഭക്തയുടെ വിഷമം ഇതായിരുന്നു. അവരുടെ ഭർത്താവ് ജോലിയിൽ നിന്ന് വിരമിച്ചു. ഇപ്പോൾ സ്വത്തെല്ലാം മക്കൾക്കും ഭാര്യയ്ക്കും വീതിച്ച് നൽകിയ ശേഷം അദ്ദേഹത്തിന് ആശ്രമ ജീവിതം നയിക്കണം. ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ കൊച്ചുമക്കളുണ്ട്. കുട്ടികളെ നോക്കാൻ മക്കൾക്ക് സഹായം വേണ്ടി വന്നേക്കാം. ഈ സാഹചര്യത്തിൽ എല്ലാം വിട്ടെറിഞ്ഞ് ആശ്രമ ജീവിതം നയിക്കുന്നത് ശരിയാണോ? ഈ ചോദ്യം അദ്ദേഹത്തിനോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, മക്കൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു. ഇനിയും അവരുടെ കാര്യങ്ങൾ അവർ നോക്കട്ടെ. ഏതായാലും ഞാൻ പൂർണ്ണമായും ആധ്യാത്മിക പാതയിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. നിന്നെ ഞാൻ നിർബന്ധിക്കില്ല, അത് നിന്റെ തീരുമാനമാണ്. ആ ഭക്തയുടെ സംശയം ഇതായിരുന്നു. അദ്ദേഹം ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ലേ? ഇത് ശരിയായ മനോഭാവമാണോ? അമ്മയെ ഉദ്ധരിച്ചാണ് ആ ബ്രഹ്മചാരിണി സഹോദരി ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. മനോവികാരങ്ങളുടെയും ചിന്തകളുടെയും കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രരാകാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരുടെയും മനസ്സിൻ്റെ ആഴത്തിലുണ്ട്. നദിയിൽ കുളിക്കാൻ ഇറങ്ങുന്നത് കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറാനാണ്, അതിൽ തന്നെ സ്ഥിരം കിടക്കാനല്ല. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് ലക്ഷ്യസ്ഥാനമെത്തുമ്പോൾ ഇറങ്ങാനാണ്, അല്ലാതെ അതിൽ തന്നെ ഇരിക്കാനല്ല. ഇതുപോലെ ധനസമ്പാദനവും ആഗ്രഹപൂർത്തീകരണവുമെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അതിനും ഒരവസാനമുണ്ടാകണം. മനസ്സിൻ്റെ വിശ്രമവും വിശ്രാന്തിയും കണ്ടെത്തേണ്ടതും ജീവിതത്തിൻ്റെ ആവശ്യകതയാണ്. മരണം എന്ന അനിവാര്യതയെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ട കാലഘട്ടമാണത്. ജീവിതകാലം മുഴുവൻ പണം സമ്പാദിക്കുന്നതിനും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനുമായുള്ള പരക്കം പാച്ചിലിനിടയിൽ മരണം എന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടാൻ മാനസികമായി നമ്മൾ ഒരു തയ്യാറെടുപ്പും നടത്തുന്നില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ പാടിയതുപോലെ, കാണുന്നു ചിലർ പലതും ഉപായം, കാണുന്നില്ല മരിക്കുമിതെന്നും, കാൺകിലും 1 നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ നാരായണ ജയ. ഇതാണ് മനുഷ്യൻ്റെ ഭാവം. ഈ നൂറ്റാണ്ടിലെങ്ങും മരണം സംഭവിക്കില്ല എന്ന ഭാവത്തിലാണ് മനുഷ്യൻ്റെ ജീവിതവും പ്രവൃത്തികളും. എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ജീവിതത്തിൻ്റെ അവസാന നാളുകളിലെങ്കിലും
മനസ്സിനെ ശാന്തമാക്കി ധ്യാനാത്മകമായി അതിനായി തയ്യാറെടുക്കണം. അതിനുള്ള അവസരമാണ്, പരിശീലനമാണ് ആശ്രമജീവിതം, വാനപ്രസ്ഥവും അത് കഴിഞ്ഞുള്ള സന്യാസ ജീവിതവും. എന്നാൽ ഇത് ആരിലും അടിച്ചേൽപ്പിക്കേണ്ടതോ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതോ അല്ല. ജീവിതത്തിലെ മറ്റെല്ലാ ആവശ്യകതകളെയും പോലെ ഇതും ഒരു ആവശ്യകതയായി തോന്നി സ്വാഭാവികമായി എടുക്കേണ്ട തീരുമാനമാണ്. അമ്മയുടെ വാക്കുകളുടെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ട ആ ഭക്ത ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുകയും ആ സാഹചര്യത്തെ അതിജീവിക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവരും ഭർത്താവിനോടൊപ്പം ആശ്രമത്തിൽ താമസമാക്കി. അമ്മ ഓർമ്മിപ്പിക്കാറുണ്ട്, ഒരാൾ നിരന്തരം ഓടിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ തളർന്നു വീഴും. മനുഷ്യൻ്റെ മനസ്സ് നിർത്താതെ ഓടുകയാണ്. അതിൽ നിന്ന് ഒരു മോചനം ആവശ്യമല്ലേ? ആധ്യാത്മികമായും ആത്യന്തികമായും ചിന്തിക്കുമ്പോൾ ഈ മോചനം അഥവാ മോക്ഷം ആത്മസാക്ഷാത്കാരമാണ്, ജീവബ്രഹ്മൈക്യമാണ്. എന്നാൽ ലോകജീവിതത്തിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ വേവലാതികളിൽ നിന്നും അനാവശ്യ ചിന്തകളിൽ നിന്നും സ്വയം വിരമിച്ച് താരതമ്യേന സന്തോഷവും ശാന്തിയും അനുഭവിക്കുമാറാകുന്ന വിധത്തിലുള്ള ഒരു മനോനില എന്ന് വേണമെങ്കിൽ മോക്ഷത്തെ വ്യാഖ്യാനിക്കാം. അങ്ങനെയൊരവസ്ഥ ഉണ്ടാകണമെങ്കിലും അഭ്യാസം ആവശ്യമാണ്. ധ്യാനവും ജപവും മറ്റ് ആധ്യാത്മിക സാധനങ്ങളും പരിശീലിക്കണം. അതിലൂടെ മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് ഒരു അയവും അനായാസതയും സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ആരും ആഗ്രഹങ്ങളോ ചിന്തകളോ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. മനഃശാന്തി വേണം താനും. ഇത് ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ രക്തം വരാൻ പാടില്ല എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് മനഃശാന്തി വേണമെങ്കിൽ ചിന്തകളെ വേണ്ടതുപോലെ മാനേജ് ചെയ്യാൻ പഠിച്ചേ മതിയാകൂ എന്ന് അമ്മ പറയുന്നു. അമ്മ പറയും, ഒരു കമ്പനിയിൽ 500 ജോലിക്കാരുണ്ടെങ്കിൽ അവിടുത്തെ മാനേജർക്ക് 500 മനസ്സുകളെ മാനേജ് ചെയ്യേണ്ടി വരും. പക്ഷേ മാനേജർ സ്വന്തം മനസ്സ് മാനേജ് ചെയ്യാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പനിയിൽ പ്രശ്നങ്ങൾ കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതാകും. അത് കമ്പനിയുടെ വളർച്ചയെയും കാര്യമായി ബാധിച്ചേക്കാം. ഒരു കഥ ഓർമ്മ വരികയാണ്. വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ സെയിൽസ് മാനേജറായ ഒരാൾ. വീട്ടിലും ഓഫീസിലും അദ്ദേഹം കൂൾ മാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എപ്പോഴും റിലാക്സായി നടക്കുന്ന അദ്ദേഹത്തെ ഒരിക്കലൊരു ജൂനിയർ സ്റ്റാഫ് പിന്തുടർന്നു. വീട്ടിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം കണ്ടു, നമ്മുടെ കഥാനായകൻ വീടിന് മുന്നിലുള്ള ഒരു വൃക്ഷത്തിന് മുന്നിൽ 2 മിനിറ്റ് നിന്നുകൊണ്ട് എന്തോ ചെയ്യുന്നു. കുറച്ച് ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം സഹിക്കാനാകാത്ത കുതൂഹലതയോടെ ഈ ജൂനിയർ സ്റ്റാഫ് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്താണ് വീടിന് മുന്നിൽ ചെയ്യുന്നത്? വീടിന് മുന്നിലുള്ള ആ മരത്തിന് വല്ല ശക്തിയുമുണ്ടോ? സെയിൽസ് മാനേജറായിട്ടും അതിൻ്റേതായ ടെൻഷനുകളൊന്നുമില്ലാത്ത അങ്ങയുടെ കൂൾ സ്വഭാവത്തിൻ്റെ രഹസ്യം അതാണോ? വലിയൊരു ചിരിയോടെ അദ്ദേഹം മറുപടി നൽകി, അതൊരു സാധാരണ വൃക്ഷമാണ്. ഞാൻ നട്ടു വളർത്തി വലുതാക്കിയ എൻ്റെ ആത്മമിത്രം. എന്നും വീടിനകത്ത് കയറും മുമ്പ് ഓഫീസിലെ ടെൻഷനുകളെല്ലാം, അത് ടാർഗറ്റ് സംബന്ധമാകട്ടെ ഓഫീസ് പൊളിറ്റിക്സ് ആകട്ടെ, എന്തും ഞാൻ ആ വൃക്ഷത്തോട് പങ്കുവയ്ക്കും. അതിൻ്റെ ചുവട്ടിൽ എല്ലാ നെഗറ്റിവിറ്റീസും നിക്ഷേപിക്കുന്നതായി സങ്കല്പിച്ചിട്ടേ ഞാൻ വീട്ടിനകത്ത് കയറുകയുള്ളൂ. അങ്ങനെ ഫ്രീ മനസ്സോടുകൂടിയാണ് ഞാൻ വീടിനകത്ത് കയറുക. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഓഫീസിൽ വരുമ്പോഴും എൻ്റെ മനസ്സ് ശാന്തമായിരിക്കും, ഫ്രഷ് ആയിരിക്കും. നോക്കൂ, ഇതല്ലേ നാം എല്ലാം ആഗ്രഹിക്കുന്നത്? താമസിക്കുന്ന വീടിൻ്റെ വലിപ്പത്തിലോ ധരിക്കുന്ന വസ്ത്രത്തിലോ സഞ്ചരിക്കുന്ന കാറിലോ അല്ല കൂൾനെസ്. അവനവൻ്റെ ചെയ്തികളിലും മനോഭാവത്തിലുമാണ്. വീട്ടിലും സമാധാനം, ജോലി ചെയ്യുന്നിടത്തും ശാന്തി. വേഷത്തിലല്ല മഹത്വം, ധനലാഭത്തിലല്ല പ്രഭുത്വം. ഏകാന്തമായി മനമേകാത്മവസ്തുവിൽ ഏകാഗ്രമാക്കാൻ പഠിക്കൂ എന്നാണ് അമ്മ നമ്മെ ഉപദേശിക്കുന്നത്. വികാരവിചാരങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നിജഭാവമായ എല്ലാ സാഹചര്യങ്ങളെയും ശാന്തമായി അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്ന അമ്മയെപ്പോലുള്ള സദ്ഗുരുക്കന്മാരെ മാതൃകകളാക്കി നമ്മുടെ എല്ലാം ജീവിതം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ, മോചനത്തിൻ്റെ, മോക്ഷത്തിൻ്റെ പന്ഥാവിലൂടെ ഉയരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോക്ഷത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഓം അമൃതേശ്വരിയെ നമഃ. ഓടിത്തളർന്ന മനസ്സിനും വേണം വിശ്രമവും വിശ്രാന്തിയും. അതിനുള്ള ശാന്തി തീരമാണ്
വാനപ്രസ്ഥം എന്ന് വ്യക്തമാക്കുകയായിരുന്നു സ്വാമിനി. സന്ധ്യാദീപം. ഇനി ദീപാരാധനയാണ്. ശാന്തി ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സംതൃപ്തി ഏറ്റവും വലിയ ആനന്ദമാണ്. ദുരാഗ്രഹത്തേക്കാൾ വലിയ രോഗമില്ല. അനുകമ്പയേക്കാൾ വലിയ മതവിശ്വാസവുമില്ല. ഇനി മംഗളാരതി തൊഴുത് നമുക്ക് മടങ്ങാം. ഏവർക്കും നമസ്കാരം. ഉഗ്രരൂപിണി ഘോരരൂപിണി രൗദ്രഭാവിനി അംബികേ. ഉഗ്രരൂപിണി ഘോരരൂപിണി രൗദ്രഭാവിനി അംബികേ. ദേവി ദേവി മഹാഭയങ്കരി ഭദ്രക